ഓഗസ്റ്റ് 7ന് ശേഷമുള്ള PT എക്സാമിന്റെ അകത്ത് ഒരു ഹൈ സ്കോർ കിട്ടണമെങ്കിൽ ഇതുവരെയുള്ള പ്രാക്ടീസുമായിട്ട് മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് സ്കോർ കിട്ടുകയില്ല. കാരണം പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ഇനി തൊട്ട് AI നോക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് എബിലിറ്റിയാണ്. നാച്ചുറൽ ആയിട്ട് സ്പീക്ക് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റണമെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷിലെ ഗ്രാമർ, സെന്റൻസ് സ്ട്രക്ചർ, കാര്യങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് സംസാരിക്കാനുള്ള എബിലിറ്റി, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഞങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെ അകത്ത് ഗ്രാമർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ കുട്ടികൾക്കും സ്പീക്ക് ചെയ്യാനായിട്ടുള്ള ഇൻഡിവിജ്വൽ കറക്ഷൻസ് കൊടുത്ത് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റൈറ്റിംഗിലും പ്രോപ്പർ കറക്ഷൻസ് കിട്ടുന്നതുകൊണ്ട് തന്നെ അവരുടെ രീതിയിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി സെന്റൻസ് സ്ട്രക്ചറോട് കൂടി ഓൺ റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓഗസ്റ്റ് 7ന് ശേഷം ഒരു ഹൈ സ്കോർ ആണ് വേണ്ടതെങ്കിൽ ഒരു റിയൽ PT എക്സ്പേർട്ടിനൊപ്പം ഇരുന്ന് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് എബിലിറ്റി കൂട്ടിയാൽ മാത്രമേ ഒരു ഹൈ സ്കോറായ 65 or 79 കിട്ടുകയുള്ളൂ. താങ്ക് യു.